നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മെസ്സി കളിക്കാനിറങ്ങിയാൽ റെക്കോർഡുകൾ വാരിക്കൂട്ടുന്ന ഒരു സ്ഥിരം പരിപാടിയാണ്. ഇന്നലെയും ഒരു പിടി റെക്കോർഡുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അതിലൊരു നെഗറ്റീവ് റെക്കോർഡും ഉണ്ട്. ഇനി അത് പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരും വരണ്ട. നമ്മൾ ആദ്യം തന്നെ അത് പറയുകയാണ്. എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ, പെനാൽറ്റി മിസ് ചെയ്തതാണ്. പെനാൽറ്റി മിസ് ചെയ്തു. സോ ഈ വേൾഡ് കപ്പിൽ രണ്ടാമത്തെ പെനാൽറ്റിയാണ് അദ്ദേഹം മിസ് ചെയ്യുന്നത്. സോ 4 പെനാൽറ്റീസ് ടോട്ടൽ അദ്ദേഹം തൻ്റെ കരിയറിൽ വേൾഡ് കപ്പിൽ മിസ് ചെയ്തിട്ടുണ്ട്. സോ പ്ലെയേഴ്സ് വിത്ത് 4 ഓർ പ്ലസ് മോർ ദാൻ 4 പെനാൽറ്റി മിസ് ചെയ്തിട്ടുള്ള താരങ്ങൾ നോക്കുകയാണെങ്കിൽ അത് 1966 ശേഷമുള്ള കണക്കുകൾ എടുക്കുമ്പോൾ ലിയോ മെസ്സി മാത്രമേ അതിലുള്ളൂ. മെസ്സി അല്ലാതെ മറ്റാരും ഇത്രയധികം പെനാൽറ്റികൾ മിസ് ചെയ്തിട്ടില്ല. പിന്നെ വേൾഡ് കപ്പ് എഡീഷനിൽ, ഒരു സിംഗിൾ വേൾഡ് കപ്പ് എഡീഷനിൽ 2+ പെനാൽറ്റീസ് മിസ് ചെയ്യുന്ന ആദ്യ താരം എന്നുള്ള റെക്കോർഡിലേക്ക് കൂടി അദ്ദേഹം പോയിട്ടുണ്ട്. ഇത് നെഗറ്റീവ് റെക്കോർഡാണ്. പോസിറ്റീവ് റെക്കോർഡുകൾ ഒരുപാടുണ്ട്. അതാണ് അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. അദ്ദേഹം ഇന്നലെയും ഗോളടിച്ചു. ആ ഗോളടി സ്ട്രീക്കൊക്കെ അങ്ങനെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് നോക്കേണ്ടത്. സോ കൺസിക്യൂട്ടീവ് ഗോൾസ്, വേൾഡ് കപ്പിൽ തുടർച്ചയായിട്ടുള്ള മത്സരങ്ങളിൽ ഗോളടിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം മറ്റൊരു റെക്കോർഡ് കൂടി ഇട്ടിരിക്കുന്നു. 9 കൺസിക്യൂട്ടീവ് വേൾഡ് കപ്പ് മത്സരങ്ങളിൽ അദ്ദേഹം ഗോളടിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇപ്പോൾ സ്ട്രീക്ക് ആരംഭിച്ചത് മുതലാണ് പറയുന്നത്. അല്ലാതെ വേൾഡ് കപ്പിൽ അതിൻ്റെ മുമ്പ് കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഗോളടിച്ചിട്ടില്ല എന്നല്ല, കൺഫ്യൂഷൻ വേണ്ട. ഇത് ഇടതടവില്ലാതെ എല്ലാ കളിയിലും ഗോളടിച്ചത് ആരംഭിക്കുന്നത് കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 ഓസ്ട്രേലിയക്കെതിരെ ഗോളടിച്ചുകൊണ്ടാണ്. അതിനുശേഷം നെതർലൻഡ്സിനെതിരെ ഗോളടിച്ചു, സെമി ഫൈനലിൽ ക്രൊയേഷ്യക്കെതിരെ ഗോളടിച്ചു, ഫൈനലിൽ ഫ്രാൻസിനെതിരെ ഇരട്ട ഗോളുകൾ കണ്ടു, അൾജീരിയക്കെതിരെ ഈ വേൾഡ് കപ്പിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഹാട്രിക്ക് കൊണ്ട് തുടങ്ങി, ഓസ്ട്രിയക്കെതിരെ അദ്ദേഹത്തിൻ്റെ വക വീണ്ടും നമ്മൾ ഗോളുകൾ കണ്ടു, ജോർദാനെതിരെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പോലും പിന്നെ വന്നിട്ട് ഗോളടിച്ചു, കേപ്പ് വെർദക്കെതിരെയും അദ്ദേഹത്തിൻ്റെ വക ഗോൾ കണ്ടു, ഈജിപ്തിനെതിരെയും ഗോളടിച്ചിരിക്കുന്നു. സോ തുടർച്ചയായ 9 വേൾഡ് കപ്പ് മത്സരങ്ങളിൽ ഗോളടിച്ചുകൊണ്ട് അദ്ദേഹം പുത്തൻ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. ഏതായാലും ഓൾ ടൈം റെക്കോർഡ് അദ്ദേഹം മറികടന്ന് മുന്നോട്ട് കുതിക്കുന്ന ഒരു കാഴ്ച. ദെൻ നോക്കൗട്ട് മാച്ചുകളിൽ തുടർച്ചയായ മത്സരങ്ങളിൽ ഗോളടിച്ചതിൻ്റെ റെക്കോർഡ്, അതും ഇപ്പോൾ നോക്കുക. കഴിഞ്ഞ 6 കൺസിക്യൂട്ടീവ് നോക്കൗട്ട് മാച്ചുകളിൽ വേൾഡ് കപ്പിൽ അദ്ദേഹം ഗോളടിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ കഴിഞ്ഞ വേൾഡ് കപ്പിലെ ഓസ്ട്രേലിയക്കെതിരെയുള്ള റൗണ്ട് ഓഫ് 16, നെതർലൻഡ്സിനെതിരെയുള്ള ക്വാർട്ടർ ഫൈനൽ, ക്രൊയേഷ്യക്കെതിരെയുള്ള സെമി ഫൈനൽ, ഫ്രാൻസിനെതിരെയുള്ള ഫൈനൽ, ഇവിടെ റൗണ്ട് ഓഫ് 32 കേപ്പ് വെർദക്കെതിരെയുള്ള ഗോള്, ഇവിടെ റൗണ്ട് ഓഫ് 16 ഈജിപ്തിനെതിരെയുള്ള ഗോള്. 6 കൺസിക്യൂട്ടീവ് നോക്കൗട്ട് മത്സരങ്ങളിൽ ഗോളടിച്ചു. പലരും നോക്കൗട്ടിൽ ഗോളടിക്കാൻ പാടുപെടുന്നത് ഒക്കെ നമ്മൾ കണ്ട്, അല്ലെങ്കിൽ ഒരു പെനാൽറ്റി കൊണ്ടൊക്കെ അങ്ങ് രക്ഷപ്പെട്ടു പോയതെങ്കിൽ ഇവിടെ അതല്ല. തുടർച്ചയായ 6 നോക്കൗട്ട് മത്സരങ്ങളിൽ ഗോളടിച്ചുകൊണ്ട് പുതൻ റെക്കോർഡ് കുറിക്കുകയാണ്. ഗോട്ടാരാണ് എന്നതിന് ഈ കണക്കുകൾ തന്നെ ഉത്തരം പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും അധികം മത്സരങ്ങൾ വേൾഡ് കപ്പിൽ വിജയിച്ചതിൻ്റെ കണക്കിലേക്ക് കൂടി ലയണൽ മെസ്സി കടന്നു പോകുന്നു. 19 വിജയങ്ങളാണ്. 2006 അദ്ദേഹം ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കുന്നത്. ഇപ്പോൾ 19 വിജയങ്ങൾ. ഈ റെക്കോർഡ് കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം മറികടന്നാണ്. അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നത് മാത്രം. ക്ലോസയാണ് 17 വേൾഡ് കപ്പ് വിജയങ്ങളുമായിട്ട് 2ാം സ്ഥാനത്തുള്ള. അദ്ദേഹം നേരത്തെ തന്നെ മറികടന്നു. അതതിൻ്റെ മുറക്ക് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, എല്ലാ സ്റ്റേജിലും, വേൾഡ് കപ്പിൻ്റെ എല്ലാ സ്റ്റേജിലും ഗോളടിച്ച താരമായിട്ട് അദ്ദേഹം മാറി എന്ന് പറഞ്ഞാൽ, വേൾഡ് കപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇപ്പോൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത റൗണ്ട് ഓഫ് 32 അതുകൂടി വന്നിട്ട് പിന്നെ റൗണ്ട് ഓഫ് 16 അങ്ങനെ എല്ലാറ്റിലും അദ്ദേഹം കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഗോളടിച്ചുകൊണ്ട് വേൾഡ് കപ്പിൻ്റെ എല്ലാ സ്റ്റേജുകളിലും ഗോളടിച്ച താരം എന്ന റെക്കോർഡ് കൂടി ലയണൽ മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു സിംഗിൾ വേൾഡ് കപ്പ് എഡീഷനിൽ ഏറ്റവും അധികം ഗോളടിച്ച അർജൻറ്റീൻ താരം എന്ന റെക്കോർഡിലേക്ക് കൂടി അദ്ദേഹം എത്തുന്നു. ഈ വേൾഡ് കപ്പിൽ മാത്രമായിട്ട് അദ്ദേഹം ഇപ്പോൾ 8 ഗോളുകളായി. ഇനിയും ഗോളുകൾ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കണം. ചുരുക്കി പറഞ്ഞാൽ ഒറ്റ രാത്രി ഒരുപിടി റെക്കോർഡ് അങ്ങ് വാരിക്കൂട്ടുന്നു ലിയോ മെസ്സി. ഇതിപ്പോൾ ഒരു സ്ഥിരം പരിപാടിയായിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.